ലേസർ പ്രോസ്റ്റേറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു അറിവ് അത്യാവശ്യമാണ്. ലേസർ ജനറേറ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഹോൾമിയം ലേസർ ഉള്ള ഒരു ജനറേറ്റർ മെഷീനുണ്ട്. അതൊരു ഷെൽഫിൻ്റെ ഏകദേശം ഒരു ചെറിയ ഷെൽഫിൻ്റെ സൈസിലത്തേക്ക് നമുക്ക് ഒരു ജനറേറ്റർ മെഷീനുണ്ട്. ആ മെഷീനിൽ നിന്ന് ഒരു തിൻ ഫൈബർ, ഒരു വയറിലൂടെയാണ് ലേസർ നമ്മുടെ രോഗിയിലേക്ക് എത്തുന്നത്. ഈ വയർ ഒരു എൻഡോസ്കോപ്പിക് എക്യുപ്മെൻറ്റ് വഴി യൂറിത്ര, അതായത് മൂത്രം വരുന്ന വഴിയിലൂടെ എൻഡോസ്കോപ്പിക് എക്യുപ്മെൻറ്റ് വഴി ഈ ഫൈബർ കടത്തി വിടുകയും എൻഡോസ്കോപ്പിൻ്റെ അറ്റത്തിലൂടെ ഈ ലേസർ ഫൈബറിനെ കണ്ടതിന് ശേഷം നമുക്ക് ആ ലേസറിൻ്റെ ടിപ്പിലൂടെ ഒരു റെഡ് ലൈറ്റ് വരും. നമുക്ക് അവിടെയാണ് ലേസർ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടിപ്പിലൂടെ നൈഫ് വെച്ച് പ്രോസ്റ്റേറ്റിനെ ഈ എൻഡോസ്കോപ്പി വഴി കംപ്ലീറ്റ് ഇൻസിഷൻ ചെയ്ത് ആണ് പുറത്തേക്ക് ബ്ലാഡറിനകത്തേക്ക് നമ്മൾ തള്ളിവിടുന്നത്. ആ തള്ളിവിട്ട വലിയ ഗ്ലാൻഡിൻ്റെ 2 ലോബുകളെ നമ്മൾ പിന്നെ ഈ എൻഡോസ്കോപ്പിൽ തന്നെ മെക്കാനിക്കൽ മോഡുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനുണ്ട്. അത് ചെറിയൊരു മെഷീനാണ്, ചെറിയൊരു ബോക്സ് ടൈപ്പ് മെഷീനാണ്. ആ മെഷീൻ്റെ പവർ ഉപയോഗിച്ച് അത് സക്ക് ചെയ്ത് രോഗിയിൽ നിന്ന് പുറത്തേക്ക് കളയും, അത് ബയോപ്സിക്ക് അയക്കുകയും ചെയ്യുന്നു.